ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊട്ടാരക്കര ഭദ്രാസന കൺവെൻഷനിൽ വീണ്ടും തമ്പുരാന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ എനിക്ക് ലഭിക്കുന്ന അവസരം ഒരു വലിയ ഭാഗ്യമായി, ദൈവനിയോഗമായി, അനുഗ്രഹമായി തന്നെ ഞാൻ കരുതുന്നു. അതിന് മുഖാന്തരമായി തീർന്ന അഭിവന്യ ബർണബാസ് തിരുമനസിനോടും അഭിവന്യ തോമസ് മാർ തീത്തൂസ് തിരുമനസിനോടും ആദരണീയനായ വികാരി ജനറൽ KY ജേക്കബ് അച്ഛനോടും ഷിബു എബ്രഹാം ജോണച്ചനോടും ഷിബു ശാമുവലസിനോടും ഈ കൺവെൻഷൻ കമ്മിറ്റിയോടുമൊക്കെയുള്ള എൻ്റെ ഹൃദയംഗമായ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഓർമ്മകൾ 33 വർഷങ്ങൾക്ക് പിറകിലേക്ക് സഞ്ചരിക്കുകയാണ്. കണ്ണമൂല വൈദിക സെമിനാരിയിൽ BTH പഠനം പൂർത്തിയാക്കിയിട്ട് ജോസഫ് മാർ ഐറേനിയസ് തിരുമേനി, അന്നത്തെ ഭദ്രാസന എപ്പിസ്കോപ്പ, ചെങ്കോട്ട അച്ചൻകോവിൽ അംബാസമുദ്രം മിഷൻ ഫീൽഡുകളുടെ സുവിശേഷകനായി എന്നെ നിയോഗിച്ച കാലം 1991-92 കാലഘട്ടത്തിൽ ഈ പന്തലിൽ പ്രിയപ്പെട്ട PJ ഡേവിഡ് സാറ് നൽകിയ പാട്ടുപുസ്തകം കയ്യിൽ പിടിച്ച് ഒരു സഞ്ചിയും തൂക്കി ഈ ഓലമേഞ്ഞ് പന്തലിലൂടെ സഞ്ചരിച്ച് പാട്ടുപുസ്തകം വിറ്റതും വോളണ്ടിയറായി ശുശ്രൂഷ ചെയ്തതുമായ കാലങ്ങൾ. ഇന്നൊരാഴ്ചയാണ് ഇവിടെ താമസിക്കുന്നത്, മന്ദിരത്തിലാണ് താമസിക്കുന്നത്. മന്ദിരത്തിൽ അന്ന് താമസിച്ചിരുന്ന ഒരു സാമുവേൽ സാറിൻ്റെ മുറിയിൽ സാറിനോടൊപ്പം താഴെ പാവിരിച്ച് കിടന്ന ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. എന്നോടൊപ്പം വോളണ്ടിയറായി ഒരുമിച്ച് പ്രവർത്തിച്ച പ്രിയപ്പെട്ട അനിൽ K. സാം നീ ഭദ്രാസനത്തിൻ്റെ യൂത്ത് ചാപ്ലൈനായി സമർപ്പിതമായ ശുശ്രൂഷ നിർവഹിക്കുന്നു. അങ്ങനെ ശുശ്രൂഷ ചെയ്ത് ഞാൻ വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഈ പരിശുദ്ധ മണ്ണിൽ നിൽക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൃപയല്ലാതെ ഒന്നുമില്ല, കൃപയില്ലാതെ ഒന്നുമല്ല. എണ്ണുവാൻ കഴിയാത്ത, എണ്ണിയാൽ തീരാത്ത കൃപ മാത്രം ഈ ജീവിതമെന്ന് ഞാൻ പാടിയിട്ടുണ്ട്. അത് സത്യമാണ്. എല്ലാ മഹത്വവും പുണ്യപിതാവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിലെ വചനധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 30-31 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന് 30-31 വാക്യങ്ങൾ. യിഫ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് പറഞ്ഞത്, നീ അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. തലകളെ ദൈവസന്നിധിയിൽ വണക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ കരങ്ങളാൽ പണിയപ്പെടുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കളിമണ്ണിന് സ്വതവേ യാതൊരു ഭംഗിയുമില്ല, മനോഹാരിതയില്ല, ആകൃതിയില്ല.
വെയിലേറ്റാൽ അത് വിണ്ട് കീറും, മഴ പെയ്താൽ അത് ചെളിയായി മാറും. വെയിലേറ്റാൽ വിണ്ട് കീറുന്ന, മഴ പെയ്താൽ ചെളിയാകുന്ന കളിമണ്ണ് നല്ല കുശവന്റെ പണിശാലെത്തപ്പെടാൻ ഭാഗ്യമുണ്ടായാൽ കുശവനതിനെ തന്നെ അനുഭവസമ്പന്നമായ കരം കൊണ്ട് നന്നായി കുഴച്ച് പദം വരുത്തി തന്റെ മനസ്സിനിണങ്ങിയ മനോഹരമായ പാത്രമായി മെനയുമല്ലോ. തമ്പുരാനെ, നിന്റെ പാദപീഠത്തിൽ ചേർന്നിരിപ്പാൻ ഈ വചനകൂടാരത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 1.5 കോടി ആളുകൾ മാരകമായ കോവിഡ് വന്ന് മരണപ്പെട്ട മണ്ണിലാണല്ലോ ഞങ്ങളിന്ന് സൗഖ്യത്തോടും ആരോഗ്യത്തോടും ചേർന്ന് വന്നിരിക്കുന്നത്. 2023 നന്നായി ജീവിച്ചത് കൊണ്ടല്ല, 2024 നന്നായി ജീവിക്കുമെന്ന് സ്വർഗത്തിന് ഞങ്ങളെക്കുറിച്ച് പ്രതീക്ഷയുള്ളത് കൊണ്ട് മാത്രമാണ്. നിൽക്കട്ടെ നിൽക്കട്ടെ നിൽക്കട്ടെ, ഫലം കാഴ്ചകളെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളുടെ ഭൂമിയുടെ പരപ്പിൽ നിലനിർത്തിയിരിക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായി സമ്മതിക്കുന്നു. കർത്താവേ, ഈ രാത്രി ഞങ്ങളോട് വ്യക്തമായി, വ്യക്തിപരമായി, ഹൃദ്യമായി തമ്പുരാൻ ഇടപെടണമേ. ബലഹീനനാകുന്ന കർത്താവേ, യാതൊരു പ്രാപ്തിയും പ്രാഗൽഭ്യവും പറയാനില്ല. അങ്ങ് നൽകുന്ന കൃപയല്ലാതെ കർത്താവെ ശരണപ്പെടാൻ മറ്റൊന്നും അടിയനില്ല തമ്പുരാനെ. ആ കൃപയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ഈ രാത്രി നിന്റെ വചനം പങ്കുവയ്ക്കുമ്പോൾ കർത്താവെ, വചനം പനിമഞ്ഞ പോലെ ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാരും വന്നതുപോലെ മടങ്ങരുതേ, ഞങ്ങളാരും ഇരുന്നതുപോലെ എഴുന്നേൽക്കരുതേ, ഞങ്ങളാരും വന്ന വഴികളിൽ മടങ്ങിപ്പോകാൻ അനുവദിക്കരുതേ. ഒരു പുതിയ ബലത്തോടും ശക്തിയോടും പുത്തൻ കൃപയോടും പുതിയ അഭിഷേകത്തോടും മടങ്ങിപ്പോകാൻ കർത്താവ് വചനത്താൽ ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ മഹത്വമെല്ലാം കർത്താവിന് മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. തള്ളപ്പെട്ടവരും നിസ്സാരന്മാരും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരുമായി ലോകമെണ്ണുന്നവരെയും ദൈവം നമ്പുരാൻ തൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാക്കാൻ വലിയവനായ ദൈവത്തിന് കഴിയുമെന്ന് പ്രഖ്യാപിക്കുന്ന ചരിത്രമാണ് ഗിലെയാദ്യനായ യിഫ്താഹിന്റെ ജീവിതം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വീണ്ടെടുപ്പിന്റെ കഥ പറയുന്ന ജീവിതം. മടങ്ങി വരാൻ കഴിയാത്ത വിധം ആരും അകന്നു പോയിട്ടില്ലെന്നും വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും നമ്മെ വീണ്ടും വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന വേദഭാഗം. ഇഫ്താഹ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ഗോഡ് ഓപ്പൺസ്, ദൈവം തുറക്കുന്നു എന്നാണ്. എല്ലാ അർത്ഥത്തിലും ഈ പേര് അന്വർത്ഥമാക്കുന്ന ജീവിതമായിരുന്നു ഇഫ്താഹിൻ്റേത്. എന്നേക്കുമായി അണഞ്ഞുപോയ വിളക്കായി, അടയ്ക്കപ്പെട്ട അധ്യായമായി, നഷ്ടപ്പെട്ടുപോയ ജീവിതമായി ഗിലെയാദ് ദേശക്കാരും തൻ്റെ സമപ്രായക്കാരും കുടുംബാംഗങ്ങളും സ്വന്തം സഹോദരങ്ങളുമൊക്കെ മുദ്രകുത്തിയ ജീവിതം. എന്നാൽ ആ ജീവിതത്തെയും ദൈവം കണ്ടു, ദൈവം തൊട്ടു, ദൈവം തുറന്നു, ദൈവം വീണ്ടെടുത്തു, ദൈവം അംഗീകരിച്ച് ഇസ്രായേൽ ചരിത്രത്തിലെ ഉന്നതമായ പദവി നൽകി ഇഫ്താഹിനെ ആദരിച്ചു. പരാജയപ്പെട്ട്, തള്ളപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, പ്രതീക്ഷയറ്റുപോയ ആരെങ്കിലും ഈ രാത്രി വചനകൂടാരത്തിലുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും നിരാശപ്പെടാൻ പാടില്ല. നാം എത്ര പരാജയപ്പെട്ടാലും നമ്മുടെ തമ്പുരാൻ ജയാളിയായ കർത്താവാണ്. നമ്മെ വീണ്ടെടുക്കാൻ അവന് സാധിക്കുമെന്ന് ഈ വേദഭാഗം നമ്മെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം തൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഉടഞ്ഞുപോയി എന്നാണ്. കുശവൻ അതിനെ തള്ളിക്കളഞ്ഞില്ല, അതിനെ ഉപേക്ഷിച്ചില്ല, അതിനെ വലിച്ചെറിഞ്ഞില്ല. വീണ്ടും കുശവൻ തന്റെ അനുഭവസമ്പന്നമായ കരം കൊണ്ട് ആ കളിമണ്ണിനെ നന്നായി ഉടച്ച് വാർത്ത് കുഴച്ച് പദം വരുത്തി തന്റെ മനോഹരമായ ചക്രത്തിന്മേൽ വെച്ച് തന്റെ മനസ്സിനിണങ്ങിയ പാത്രമാക്കി മെനഞ്ഞുവെന്ന് യിരെമ്യാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, കളിമണ്ണായ നാം ഒരുപക്ഷെ തോറ്റുപോയാലും നമ്മുടെ കുശവൻ തോറ്റുപോകാത്ത സർവശക്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നാം കളിമണ്ണായതുകൊണ്ട് ഒരുപക്ഷെ തോറ്റുപോയേക്കാം. നമ്മുടെ കുശവൻ തോൽക്കാത്തവനാണ്,
ആ കുശവന്റെ പാദപീഠത്തിലാണ് ഈ രാത്രി നാം ചേർന്ന് വന്നിരിക്കുന്നത്. ഇസ്രായേലിലെ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലമാണ്. ന്യായാധിപന്മാരായ തോലായും യായീറുമൊക്കെ മാറി മാറി ഭരിച്ചിട്ടും ഇസ്രായേൽ ജീവിതത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. അവർ യഹോവയ്ക്ക് അനിഷ്ടമായത് മാത്രം ചെയ്യുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്, അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാൽ ദൈവങ്ങളെയും അസ്തോരാത്ത് പ്രതിഷ്ഠകളെയും ജാതികളുടെ ദേവന്മാരെയും ആരാധിച്ചു എന്നാണ്. യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. യഹോവ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച് ഞെരുക്കിക്കളഞ്ഞു. അവരവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, അന്യദൈവങ്ങളെ നീക്കി യഹോവയെ സേവിച്ചു. എന്നാൽ അമ്മോന്യർ വീണ്ടും ഇസ്രായേൽ ജനതയെ ആക്രമിക്കുകയാണ്. നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ്. ഇവിടെയാണ് ഗിലെയാദ്യനായ യിഫ്താഹിന്റെ രംഗപ്രവേശനം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 12-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങളിലാണ് യിഫ്താഹ് എന്ന വ്യക്തിയുടെ ജീവിതത്തെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അമ്മോന്യ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാൻ യഹോവയായ ദൈവം വിളിച്ച് വേർതിരിച്ച് പഴയ നിയമ പുരുഷനാണ് യിഫ്താഹ്. അവൻ ഗിലെയാദ്യനായിരുന്നു. ഗിലെയാദ് ദേശം ദൈവത്തിന് വേർതിരിക്കപ്പെട്ടതുപോലെ 60-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിലും 108-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിലും വായിക്കുന്നത്, സ്വർഗ്ഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, ഗിലെയാദ് എനിക്കുള്ളത്, ഗിലെയാദ് ഈസ് മൈൻ. ഇപ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടതായി ദൈവം വേർതിരിച്ച ഗിലെയാദ് ദേശത്ത് ഒരു ഗിലെയാദ്യനായി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചവനാണ് ഈ ഗിലെയാദ്യനായ യിഫ്താഹ്. ദൈവത്തിന് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ബലഹീനതയാണ് ദൈവത്തിന് ഏറെ പ്രിയം. കാരണം അങ്ങനെയുള്ളവർക്ക് പുകഴുവാൻ ഒന്നുമില്ല. അവർ ദൈവത്തിൽ മാത്രം ശരണപ്പെടുന്നവരാണ്. അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് വാനസേനകൾ വേണ്ട. അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് ദൂതന്മാർ വേണ്ട. അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് രംഗസംവിധാനങ്ങളൊന്നും ആവശ്യമില്ല. എത്ര നിസ്സാരന്മാരിലൂടെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്ന് യിഫ്താഹിന്റെ ജീവിതം നമ്മെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം നിർബന്ധമായും പഠിക്കേണ്ട യിഫ്താഹ് നമ്മെ പഠിപ്പിക്കുന്ന 4 പാഠങ്ങളാണ് എന്ന് ഞാൻ നിങ്ങളോട് പങ്കിടുവാനായിട്ട് ഈ വേദഭാഗത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഓരോ വചന ശുശ്രൂഷയും വളരെ ഭയത്തോടെയാണ് നിറവേറ്റുന്നത്. കാരണം ഞാൻ പ്രഘോഷിക്കുന്ന വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. കാരണം പ്രഘോഷിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ വചനത്തിന് ഒരു നാളിൽ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഒരു കാരണവശാലും നാം വിസ്മരിപ്പാനായിട്ട് പാടില്ല. 2023 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ് പ്രിയപ്പെട്ട ഷിബു അച്ഛൻ എന്നെ ഈ കൺവെൻഷന് വേണ്ടി ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ എന്നെ വിളിച്ച തീയതി ഞാൻ കുറിച്ചതാണ്. 126 ദിവസം മുമ്പാണ് അച്ഛൻ എന്നെ വിളിക്കുന്നത്. അന്നു മുതൽ പ്രിയമുള്ളവരെ, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കിയപ്പോഴും ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒരുമിച്ച കുടുംബമായി ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാ കുടുംബ പ്രാർത്ഥനയിലും ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വൈദികനാണ് ഞാൻ. പ്രാർത്ഥിച്ച കർത്താവേ, വിതയ്ക്കപ്പെടുന്ന വചനത്തിൻ്റെ വിത്തുകളൊന്നും തന്നെ പതിരായി പോകാതെ അത് ഫലകരമാകണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഈ രാത്രി ആ പ്രാർത്ഥനയോടും ആ ഒരു വലിയ ദർശനത്തോടും ആഴമേറിയ സമർപ്പണത്തോടും മുൻവിധികളൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദത്തിന് നമുക്ക് കാതോർക്കാം. എന്താണ് യിഫ്താഹ് നമ്മെ പഠിപ്പിക്കുന്ന 4 പാഠങ്ങൾ? ഒന്നാമതായി വേദഭാഗം നമ്മോട് പറയുന്നത്, തകർച്ചകളിലും പ്രത്യാശ കൈവിടാത്തവനായിരുന്നു യിഫ്താഹ് എന്ന പാഠമാണ്. തകർച്ചകളിലും പ്രത്യാശ കൈവിടാത്തവനായിരുന്നു യിഫ്താഹ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ യിഫ്താഹിന്റെ ജീവിതത്തിന്റെ നിഷേധാത്മകം വെച്ചുകൊണ്ടാണ്. ആയിരുന്നുവെങ്കിലും വേശ്യാപുത്രൻ ആയിരുന്നു. ഹി വാസ് എ മൈറ്റി വാരിയർ ബട്ട് ബോൺ ടു എ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. യിഫ്താഹേ, നീ ബലവാനാണ്, നീ യോദ്ധാവാണ്, പരാക്രമശാലിയാണ്. എന്നാൽ നിന്റെ ഉൽപ്പത്തി ലജ്ജാകരമാണ്, അപമാനകരമാണ്. നീ ഒരു ജാരസന്തതിയാണ്, നീ ഒരു വേശ്യാപുത്രനാണ്.
ഈ ഒറ്റ കാരണത്താൽ നിന്റെ ശക്തിയും നിന്റെ ബലവും നിന്റെ കായിക ശേഷിയുമൊക്കെ അപ്രസക്തമാണ്. ഇഫ്താഹ് പിറന്നു വീണ കാലം മുതൽ കേൾക്കുന്ന പരിഹാസമാണിത്. നിയമരഹിതമായ വേഴ്ചയിലൂടെ അപ്പന് പിറന്ന മകനാണ് നീ തള്ളപ്പെട്ടവനാണ്, നീ ഉപേക്ഷിക്കപ്പെട്ടവനാണ്, നീ നിഷേധിക്കപ്പെട്ടവനാണ്. പഴയ നിയമം അങ്ങനെയാണ് പഠിപ്പിക്കുന്ന പ്രിയരെ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു എന്ന് 5-ാം വാക്യം പറയുന്നു. അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു, തന്റെ വാഗ്ദത്ത സന്തതിക്ക് കൊടുത്തു. താഴെ പറയുന്നത്, വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. അപ്പോൾ വെപ്പാട്ടികളുടെ മക്കൾക്ക് അപ്പന്റെ സ്വത്തിൽ അവകാശമില്ല. ഗിലെയാദിന് നിയമപരമായി തന്റെ ഭാര്യയിൽ പിറന്ന മക്കൾ ഇഫ്താഹിനോട് പറയുകയാണ്, നീ പരസ്ത്രീയുടെ മകനാണ്, നിനക്ക് പിതൃഭവനത്തിൽ അവകാശമില്ല. അപ്പോൾ സഹോദരങ്ങളുടെ എതിർപ്പിന് പാത്രീഭൂതനായവൻ, സ്വന്തം കുടുംബം തള്ളിക്കളഞ്ഞവൻ, അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാതെ വളർന്നവൻ, ബലവാന്മാരോടുകൂടെ ഒരിക്കൽ പോലും എണ്ണപ്പെടാത്തവൻ, ആരുമില്ലാത്തവൻ, ആർക്കും വേണ്ടാത്തവൻ, എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവൻ, അപമാനത്തിന്റെ ഭാണ്ഡം പേറി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ, ചെറുപ്രായത്തിൽ തന്നെ വീട് വിട്ടിറങ്ങേണ്ടി വന്നവൻ, സ്വന്തം പിതാവിന്റെ പാപത്തിന്റെ പാണ്ഡം പേറേണ്ടി വന്നവൻ, ലോകപരമായി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തവൻ. അപ്രകാരം വലിയ തകർച്ചയിൽ ജീവിച്ച ഒരു ഇഫ്താഹ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ രാത്രിയിൽ കൊട്ടാരക്കര കൺവെൻഷന്റെ ഒരു ധ്യാന വിഷയമായി മാറിയെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ തകർച്ചയുടെ നടുവിലും ഇഫ്താഹ് തന്റെ ദൈവത്തിൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ചവനായതുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ നാം തിരിച്ചറിയണം. ഇഫ്താഹ് അനുഭവിക്കേണ്ടി വന്നത് അവന്റെ പാപത്തിന്റെ ശിക്ഷയല്ല, പിന്നെയോ പിതൃപാപത്തിന്റെ ശിക്ഷയാണ്. ചെയ്യാത്ത തെറ്റിന് നിന്ന സഹിക്കേണ്ടി വന്നവൻ. മാതാപിതാക്കളുടെ വഴികൾ ഇടറിയാൽ മക്കളുടെ വഴികൾ ഇടറും. തലമുറകൾക്ക് ദോഷം വരുത്തുന്ന പ്രവൃത്തികൾ നാം ചെയ്യാൻ പാടില്ല. നമ്മുടെ പാപത്തിന്റെ കണ്ണുനീർ നമ്മുടെ മക്കൾ കുടിക്കാനിടയാകരുത്. മാതാപിതാക്കളുടെ മാതൃകയില്ലാത്ത ജീവിതം, തെറ്റായ മാർഗത്തിലൂടെയുള്ള പണസമ്പാദനം, പാപസ്വാധീനങ്ങൾ, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, ദൈവഭയമില്ലാത്ത ജീവിത ശൈലികൾ, അരുതാത്ത വഴികൾ, ഇതിനൊന്നും നിസ്സാരമായി കാണാൻ പാടില്ല. നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നുള്ളത് വചനം പറയുന്നു. പ്രിയരെ, നമ്മുടെ കാലശേഷവും നമ്മുടെ തലമുറകളുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ നാം ഇന്ന് ബോധപൂർവമായി അനുഗ്രഹ വഴിയിൽ തന്നെ സഞ്ചരിക്കുവാനിടയാകണം. മദ്യപാന രോഗത്തിനടിമപ്പെട്ട് 25 വയസ്സുള്ള യൗവനക്കാരനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അച്ഛാ, ഞാൻ കുടിക്കാൻ തുടങ്ങിയത് 14-ാമത്തെ വയസ്സ് മുതലാണ്. എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കൂട്ടുകാർ വിളമ്പി വെച്ച മദ്യമല്ല, എൻ്റെ അപ്പൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിച്ചാണ് ഞാൻ മദ്യപാനത്തിലേക്ക് വളർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇല്ലായ്മയുടെ നടുവിൽ ദൈവാശ്രയത്തോടും ശിക്ഷണത്തോടും സത്യസന്ധതയോടും പ്രമാണത്തോടും നമ്മെ വളർത്തിയ മാതാപിതാക്കളുടെ വലിയ പാരമ്പര്യം നാം മാതൃകയാക്കണം. അവർ നമുക്ക് സ്വർഗമൊരുക്കി തന്നവരാണ്. നാം നമ്മുടെ തലമുറയ്ക്ക് നരകമൊരുക്കാൻ പാടില്ല. നമ്മുടെ വഴികൾ പിഴച്ചാൽ നമ്മുടെ തലമുറയുടെ വഴികൾ പിഴയ്ക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇഫ്താഹിന്റെ ജീവിതം. മറ്റൊരു യാഥാർത്ഥ്യം കൂടെ, ഒന്നാമത്തെ ചിന്ത ഞാൻ പറയട്ടെ, വളരെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ്. ആരെയും നിസാരരായി എണ്ണരുത്, ആരെയും തള്ളിക്കളയരുത്, ആരെയും മുൻവിധിയോടെ കാണരുത്, ആരെയും വിധിക്കരുത്, ഒരുവനെയും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, ആരെയും ആക്ഷേപിക്കരുത്, അപവാദങ്ങൾ ആരെക്കുറിച്ചും പറയരുത്, അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. നമ്മുടെ വാക്കുകൾ മൂലം ആരുടെയും കണ്ണുനീർ ഈ മണ്ണിൽ വീഴരുത്. ഒരുവന്റെ ഹൃദയം നൊമ്പരപ്പെടരുത്. അപ്പം തീത്തോസ് തിരുമേനിയോട് ഞാൻ പറഞ്ഞില്ല ഇന്ന് പ്രസംഗിക്കുന്ന വിഷയം എന്താണെന്ന്. ആ മുഖം പറഞ്ഞത് ദൈവത്തിന്റെ പദ്ധതിയല്ലേ. നമ്മൾ ആയുസ്സിൽ
ഉപയോഗിക്കുന്ന വാക്കുകളുടെ ആകത്തുകയാണ് നമ്മളെന്ന് തിരുമേനി പറഞ്ഞെങ്കിൽ ദൈവാത്മപ്രേരിതനായിട്ട് തന്നെയാണ് ഈ രാത്രി തിരുമേനി ഇതിൻ്റെ ആമുഖ സന്ദേശം നൽകിയത്. നിസ്സാര എന്ന് പറയാൻ പാടില്ല, മൂഢ എന്ന് വിളിക്കാൻ പാടില്ല. ഇഫ്താഹിനെ ആരും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, സ്വന്തം സഹോദരങ്ങൾ നിന്ദിച്ചു, അപഹാസ്യനാക്കി, നിരന്തരമായി തന്നെ വേട്ടയാടി. ജീവിതത്തിൻ്റെ തകർച്ചകളിൽ ഇഫ്താഹ് തളർന്നില്ല, നിരാശപ്പെട്ടില്ല, സാഹചര്യങ്ങളെ പഴിച്ചില്ല, സഹോദരങ്ങളോട് മത്സരിച്ചില്ല, അവരെ നിന്ദിച്ചില്ല. പ്രിയരെ, സഹോദരങ്ങളെ ശപിച്ചില്ല, അവരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അവൻ ദൈവത്തിൽ മാത്രം പ്രത്യാശ കണ്ടെത്തിയവനാണ്. സ്വന്തം സാഹചര്യങ്ങളെയും സ്വന്തം പരിമിതികളെയും തിരിച്ചറിഞ്ഞ ഇഫ്താഹ് പ്രതീക്ഷ കൈവിടാതെ സഹോദരങ്ങളെ വിട്ടുപോയി പാർത്ത സ്ഥലമാണ് തോബ് എന്ന ദേശം. 3-ാം വാക്യം അങ്ങനെയാണ്. യോർദാൻ അടുത്തുള്ള ഒരു പ്രദേശമാണ്. തോബ് എന്ന വാക്കിന്റെ അർത്ഥം ഗുഡ്നെസ് എന്നാണ്. ഗുഡ് എന്നാണ്, നല്ലത്, നന്മയായത് എന്നാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, തോബ് ദേശത്ത് ഇഫ്താഹ് നിസ്സാരന്മാരോടൊപ്പം പാർത്തു എന്നാണ്. ദാവീദും ഒരു കാലത്ത് അപ്രകാരം പാർത്തതാണ്. 1 ശമൂവേൽ 22-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം വായിക്കുന്നത്, ഞെരുക്കമുള്ളവരോടൊപ്പം, കടമുള്ളവരോടൊപ്പം, സന്തോഷമില്ലാത്തവരോടൊപ്പം ചേർന്ന് പാർത്ത് അവർക്കും പ്രത്യാശ നൽകിയവനാണ് ഇഫ്താഹ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ പൂർണ്ണമായി ശരണപ്പെട്ടവൻ, അവന്റെ പിതാക്കന്മാരെ വഴിനടത്തിയ ദൈവത്തിൽ ആശ്രയിച്ചവൻ, ചെങ്കടലിൽ വഴിയൊരുക്കിയ, മരുഭൂമിയിൽ മന്നാ പൊടിച്ച്, മാറയിൽ മധുരം പകർന്ന്, പാറയിൽ വെള്ളം നൽകിയ, പകൽ മേഘമായിരുന്ന് രാത്രി അഗ്നിത്തൂണായിരുന്ന ദൈവത്തിൽ മാത്രം ശരണപ്പെട്ട് തോബിൽ പാർത്തവനാണ് ഇഫ്താഹ്. പ്രിയരെ, എരിഞ്ഞടങ്ങി എന്നെല്ലാവരും വിധി എഴുതിയ ചാരത്തിൽ നിന്ന് കത്തിക്കേറിയ തീക്കനലല്ലേ കഴിഞ്ഞ 23 വർഷമായി നെഞ്ചിന് താഴ്വശം നിർജീവമായിട്ടും ഒരു ചക്രക്കസേര ഇരുന്നു കൊണ്ട് കർത്താവ് ജീവിക്കുന്നുവെന്ന് സുവിശേഷിക്കുന്ന ആദരണീയനായ PK സെക്കറിയാച്ചൻ പറയുന്നത്, ആരോഗ്യത്തോടെ ജീവിച്ചപ്പോൾ എന്റെ മേൽ പകരപ്പെട്ട കൃപയുടെ അത്യന്തം കൃപയാണ് ഈ ചക്രക്കസേരയിൽ കഴിഞ്ഞ 23 വർഷമായി ഞാൻ അനുഭവിക്കുന്നതെന്ന് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു. എരിഞ്ഞടങ്ങിയെന്ന് തോന്നുന്ന ഏത് ചാരവും നന്നായി ഒന്ന് ഊതിയാൽ അതിൽ കനലിന്റെ ശേഷിപ്പുകളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മഹാകവി KV സൈമൺ സാറ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയുന്നത്, വിളക്കിലൊഴിക്കാൻ എണ്ണയ്ക്കും ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ജീവിക്കേണ്ടി വന്ന കാലമുണ്ടായിരുന്നു. എനിക്ക് പട്ടിണി കിടന്ന കാലമുണ്ടായിരുന്നു, എതിർപ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കാലമുണ്ടായിരുന്നു. എന്താ ഭക്തൻ പാടിയത്? കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും, കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും, പരപരമേശ വരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാനം, പരപരമേശ വരമരുളീശ നീ അത്രേയൻ. കാർമേഘത്തിനുള്ളിലും മിന്നുന്ന സൂര്യശോഭ കാണാൻ ഇഫ്താഹിന് സാധിച്ചു എന്നുള്ളത് ഒന്നാമത്തെ ചിന്തയാണ്. 2, തന്നെ തള്ളിക്കളഞ്ഞവരെ ചേർത്ത് പിടിച്ചവനാണ് ഇഫ്താഹ്. തന്നെ തള്ളിക്കളഞ്ഞവരെ തള്ളിയവനല്ല, ചേർത്ത് പിടിച്ചവനാണ്. സ്വന്തം സഹോദരങ്ങൾ ഉപേക്ഷിച്ച ഇഫ്താഹ് തോബ് ദേശത്ത് പ്രത്യാശ കൈവിടാതെ നിസ്സാരന്മാർക്ക് ബലം പകർന്ന് പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. എന്നാൽ ഇപ്പുറത്ത് ഗിലെയാദിൽ കുടുംബത്തിന് അപമാനമായി തീർന്ന ഇഫ്താഹിനെ ഉപേക്ഷിച്ച് സമാധാനമായി പാർക്കാമെന്ന് കരുതി തൻ്റെ സഹോദരങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. സ്വന്തം സഹോദരങ്ങളെ നിന്ദിച്ച്, അപമാനിച്ച്, ഉപേക്ഷിച്ച് ഗിലെയാദിലല്ല, ഈ ഭൂമിയിൽ എവിടെയും സുഖമായി പാർക്കാമെന്ന് കരുതിയാൽ ആ കരുതൽ വൃഥാവാണ് പ്രിയരെ. ബന്ധങ്ങളെ തകർത്ത് സുഖമായി ജീവിക്കാമെന്ന് കരുതുന്നത് ഭോഷത്തരമാണ്. 11-ാം അധ്യായത്തിന് 4-ാം വാക്യം നാം വായിക്കുന്നത്, കുറെ കാലം സ്വൈര്യമായി പാർത്തു, എന്നാൽ അമ്മോന്യർ പിന്നീട് അവരുടെ സ്വൈര്യം കെടുത്തി എന്നാണ്. അവരുടെ സമാധാനം അധികം നാൾ നിലനിന്നില്ല. ബന്ധങ്ങളെ തകർത്ത് സുഖമായി പാർക്കാൻ
ആർക്കും ഈ ഭൂമിയിൽ കഴിയില്ല പ്രിയരെ. ഭർത്താവിനോട്, ഭാര്യയോട്, അപ്പനോട്, അമ്മയോട്, മകനോട്, മകളോട്, മരുമകളോട്, മരുമകനോട്, അമ്മായിയപ്പനോട്, അമ്മായിയമ്മയോട്, സഹോദരനോട്, സഹോദരിയോട്, കൂട്ടുവിശ്വാസിയോട്, അയൽക്കാരോട്, സഹപ്രവർത്തകരോട്, ഒപ്പം ശുശ്രൂഷ ചെയ്യുന്നവരോട് രമ്യതപ്പെടാത്തിടത്തോളം കാലം നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും സുഖമനുഭവിപ്പാൻ കഴിയില്ല. 1981 മെയ് 13 പോപ്പ് ജോൺ ബോൾ രണ്ടാമനെ തുർക്കി യുവാവായ മുഹമ്മദ് അലിയൊക്കെ വെടിവെച്ചത്. സുഖം പ്രാപിച്ചു വന്ന് പോപ്പ് ജോൺ രണ്ടാമൻ ജയിലിലെത്തി മുഹമ്മദ് അലിയൊക്കെ കണ്ടു. മടങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ അലിയക്കയോട് ക്ഷമിച്ചപ്പോൾ എൻ്റെ മനസ്സ് ഇന്ന് സുഖമായിരിക്കുന്നു. ഞാൻ അലിയക്കയോട് ക്ഷമിച്ചപ്പോൾ എൻ്റെ മനസ്സ് ഇന്ന് സുഖമായിരിക്കുന്നു. അമോന്യയുള്ള യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഇസ്രായേൽ ജനം, അമോന്യർ അക്കാലത്തെ പ്രബല ശക്തിയാണ്. ഇവിടെ ഇസ്രായേലിൽ ഭയവിഹ്വലരായി പാർക്കുകയാണ്. അവരെ നയിപ്പാൻ ന്യായാധിപനില്ല, യുദ്ധം ചെയ്യാൻ യോദ്ധാക്കളില്ല. അമ്മോന്യ രാജാക്കന്മാരുടെ ഭീഷണിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഇസ്രായേൽ ജനം. ആ സമയത്താണ് പരാക്രമശാലിയായ യിഫ്താഹിന്റെ അടുക്കലേക്ക് ഇസ്രായേലിലെ മൂപ്പന്മാർ സഹായ അഭ്യർത്ഥനയുമായി വരുന്നത്. എന്താണ് അഭ്യർത്ഥന? യിഫ്താഹേ, നീ ഞങ്ങളോടൊപ്പം വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്ത് ഞങ്ങളുടെ സേനാപതിയായി തീരണം, ഞങ്ങളുടെ യോദ്ധാവായി തീരണം. വേശ്യാപുത്രൻ എന്ന മുദ്രകുത്തി എന്നേക്കുമായി തന്നെ തള്ളിക്കളഞ്ഞ സഹോദരങ്ങളുടെ അപേക്ഷയുടെ മുമ്പിൽ യിഫ്താഹ് മുഖം തിരിച്ചില്ല, അവരെ പകച്ചില്ല, അവരോട് നീരസം കാട്ടിയില്ല. മൂപ്പന്മാർ പറഞ്ഞത്: യിഫ്താഹേ, നിന്നെ കൂടാതെ ഗിലെയാദ് നിവാസികൾക്കും ഈ ദേശക്കാർക്കും നിന്റെ പിതൃഭവനത്തിനും ഒരു കാരണവശാലും സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. തന്നെ തള്ളിക്കളഞ്ഞ്, തന്നെ അപമാനിച്ച്, തന്നെ ആട്ടിപ്പായിച്ച് ശപിക്കപ്പെട്ടവനെന്ന് മുദ്രകുത്തിയ ദേശത്തെ, പിതൃഭവനത്തെ ശത്രു തകർക്കട്ടെ എന്ന്, ദൈവത്തിന്റെ ശിക്ഷ അവരനുഭവിക്കട്ടെ എന്ന് ഒരിക്കൽ പോലും യിഫ്താഹ് പറഞ്ഞില്ല. തന്നെ കൊല്ലാൻ ശ്രമിച്ച്, തന്നെ വിറ്റുകളഞ്ഞ്, തന്നെ ഉപേക്ഷിച്ച സഹോദരങ്ങളോട് ഒരു വാക്കുകൊണ്ട് പോലും പ്രതികാരം ചെയ്യാതെ, തന്നെത്താൻ അടക്കുവാൻ കഴിയാതെ വാവിട്ട് കരഞ്ഞ് അവരെ ചുംബനം ചെയ്ത്, അനുരഞ്ജനം ചെയ്ത്, ഹല്ലേലൂയ, അവരെ ഗോശേൻ ദേശത്ത് പാർപ്പിച്ച് അവരെ ശുശ്രൂഷിച്ച് യോസഫിനെ പോലെ ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ടവനായി യിഫ്താഹ് അവരോട് ക്ഷമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതികാരം ചെയ്യാൻ അറിയാത്ത യിഫ്താഹ്, വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കാൻ അറിയാത്ത യിഫ്താഹ്, നിന്ദിച്ചവരെ നിന്ദിക്കാൻ അറിയാത്ത യിഫ്താഹ്, സഹോദരങ്ങളുടെ നാശം കാംക്ഷിക്കാത്ത യിഫ്താഹ്, തൻ്റെ പേര് പോലെ തന്നെ, തൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? ദൈവം വഴി തുറക്കുന്നു എന്നാണെങ്കിൽ, ഇതാ അടഞ്ഞുപോയ തൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുന്ന യിഫ്താഹിനെയാണ് ഈ രാത്രി നാം ധ്യാനിക്കുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ടെറിഞ്ഞ് 59 വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് ഒറീസയിലെ പാവങ്ങളുടെ നടുവിലേക്ക് ഒരു മാലാഖയെ പോലെ, ദൈവദൂതനെ പോലെ വന്ന് ആ പുണ്യാത്മാവിനെ നാം മറക്കരുത്. ആരും തൊടാത്ത കുഷ്ഠരോഗികളുടെ മുറിവുകൾ 34 വർഷം വെച്ച് കെട്ടിയ, ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങളുടെ വിശപ്പകറ്റിയ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത്, അവരെ ഭാഷ പഠിപ്പിച്ച് അവരെ ഉന്നതരാക്കി തീർത്ത്, വേദപുസ്തകന്റെ ഭാഗങ്ങൾ അവരുടെ ഭാഷയിൽ ഭാഷാന്തരം ചെയ്ത് നൽകിയ, അനാചാരങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുത്ത്, ദൈവസ്നേഹമാവോളം പകർന്നു കൊടുത്ത്, ഗ്രഹാം സ്റ്റെയിൻസിനെയല്ലേ 10 വയസ്സ് പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം തീവ്രവാദികൾ കൊന്നൊടുക്കിയത്? കത്തിച്ചാമ്പലായില്ലേ ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുൻപ് ഗ്ലാഡി സ്റ്റെയിൻസ് പറഞ്ഞത്,
ഗ്ലാഡിസ്റ്റൈൻസ് പറഞ്ഞത്, ഞാൻ പൂർണ്ണമായി തകർക്കപ്പെട്ടു, എന്നാൽ എനിക്കാരോടും പകയില്ല. കാരണം ബഹുലമായ പാപം കർത്താവിനോട് ക്ഷമിച്ചു. അവനെന്നെ പഠിപ്പിച്ചത് ശത്രുവിനെ സ്നേഹിക്കാനാണ്. എൻ്റെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഈ ക്രൂരകൃത്യം ചെയ്ത സഹോദരങ്ങൾ കർത്താവിന്റെ സ്നേഹത്താൽ മാനസാന്തരപ്പെടണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുമേനിയുടെ ആമുഖം വീണ്ടും ഞാൻ പറയട്ടെ. നിസ്സാരമായ കാരണങ്ങളാൽ, പണത്തിൻ്റെ പേരിൽ, വസ്തുവിൻ്റെ പേരിൽ, ഭൗതിക നന്മകളുടെ പേരിൽ അപ്പനോട് മിണ്ടാതെ, അമ്മയോട് മിണ്ടാതെ, ഭാര്യയോട് മിണ്ടാതെ, ഭർത്താവിനോട് മിണ്ടാതെ, സ്വന്തം സഹോദരന്റെ വീട്ടിൽ ഇന്ന് വരെ കയറാതെ, വാശിയും വൈരാഗ്യവും വിദ്വേഷവും മനസ്സ് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മടങ്ങി വരണം. എത്രയോ നിസ്സാരമായ കാരണങ്ങളാലാണ് നമ്മുടെ ബന്ധങ്ങൾ നാം തകർക്കുന്നത്. നാം നിറയപ്പെടേണ്ടത് ഭാഗ്യവാനായി പൗലോസ് പറയുന്ന ദൈവസ്നേഹമാണ്. ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹം, ദയ കാണിക്കുന്ന സ്നേഹം, സ്പർദ്ധിക്കാത്ത സ്നേഹം, നിഗളിക്കാത്ത സ്നേഹം, ചീർക്കാത്ത സ്നേഹം, സ്വാർത്ഥം അന്വേഷിക്കാത്ത സ്നേഹം, ദ്വേഷ്യപ്പെടാത്ത സ്നേഹം, ദോഷം കണക്കിടാത്ത സ്നേഹം, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്ന സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം, എല്ലാം വിശ്വസിക്കുന്ന സ്നേഹം, എല്ലാം പ്രത്യാശിക്കുന്ന സ്നേഹം, എല്ലാം സഹിക്കുന്ന സ്നേഹം, ഒരു നാളും ഉതിർന്നു പോകാത്ത സ്നേഹം. ആ ദിവ്യ സ്നേഹത്താൽ നിറയപ്പെടാൻ യിഫ്താഹിന്റെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയരെ, സഹോദരങ്ങളോട്, കൂടപ്പിറപ്പുകളോട്, കുടുംബാംഗങ്ങളോട്, സഹവിശ്വാസികളോട് നിരക്കാതെ വഴിപാടുമായി ഈ അടുത്ത ഞായറാഴ്ച യാഗപീഠത്തിലേക്ക് വരരുത്. അയോഗ്യമായി അപ്പം തിന്നാൽ, അയോഗ്യമായി പാനപാത്രം കുടിച്ചാൽ, നാം കുടിക്കുന്നതും തിന്നുന്നതും അപ്പവീഞ്ഞുകളല്ല, ശിക്ഷാവിധിയാണെന്ന് പൗലോസ് പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കണം. പ്രിയരെ, ബന്ധങ്ങളിൽ നമുക്ക് യഥാസ്ഥാനപ്പെടാൻ കഴിയണം. വേശ്യാപുത്രൻ എന്ന് പറഞ്ഞ് തന്നെ തള്ളിക്കളഞ്ഞ് വീട്ടിൽ നട്ടിപ്പായിച്ച് സഹോദരങ്ങളോട് നിരക്കുന്ന യിഫ്താഹിന്റെ സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. കൺവെൻഷന്റെ അനുഗ്രഹം ആൾക്കൂട്ടമല്ല, സ്തോത്രകാഴ്ചയുടെ വലിപ്പമല്ല, പാട്ടിന്റെ മനോഹാരിതയല്ല. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ തകർന്നുപോയ ബന്ധങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ തയ്യാറുള്ള ചില ജീവിതങ്ങൾ എഴുന്നേൽക്കുമ്പോഴാണ് കൺവെൻഷൻ അനുഗ്രഹമായി എന്ന് പറയാൻ കഴിയുന്നത്. ഹല്ലേലൂയ! അത് സാധ്യമായി തീരട്ടെ. പ്രിയമുള്ളവരെ, യിഫ്താഹിന്റെ ആത്മാവിൽ നമുക്ക് നിറയപ്പെടാം. 3, ദൈവത്തിൽ ശരണപ്പെട്ട് യുദ്ധം ജയിച്ചവനാണ് യിഫ്താഹ്. ദൈവത്തിൽ മാത്രം ശരണപ്പെടുന്നവർക്ക് ഈ ലോക ജീവിതത്തിന്റെ യുദ്ധങ്ങളെ ജയിക്കാൻ കഴിയും. ജീവിതത്തിന്റെ വിപരീത അനുഭവങ്ങളിലും തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ യിഫ്താഹിനെ തുണച്ചത് ദൈവത്തിലുള്ള ആഴമേറിയ ആശ്രയമാണ്. ജാരസന്തതിയായി, വേശ്യാപുത്രനായി, തന്നെ തള്ളിക്കളഞ്ഞ് അവരുടെ തലവനായി, സൈന്യാധിപനായി ദൈവം അവനെ മാറ്റിയെങ്കിൽ, തള്ളിക്കളഞ്ഞവരുടെ ദേശത്ത് സൈന്യാധിപനായി യിഫ്താഹിനെ ദൈവം ഉയർത്തിയെങ്കിൽ, മനുഷ്യന്റെ എല്ലാ കണക്കുകൾക്കും, കണക്കൂട്ടലുകൾക്കും, പദ്ധതികൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിൽ ആഴമായി ശരണപ്പെട്ടത് കൊണ്ട് മാത്രമാണ് എല്ലാ തകർച്ചകളുടെ നടുവിലും യിഫ്താഹ് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടത്. യിഫ്താഹിന്റെ ദൈവാശ്രയം വെളിപ്പെടുത്തുന്ന പല വാക്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. 9-ാം വാക്യം 11-ന്റെ തോബിൽ വന്ന് തങ്ങളോടൊപ്പം അമ്മോന്യരോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിക്കണമെന്ന് മൂപ്പന്മാർ പറയുമ്പോൾ യിഫ്താഹിന്റെ മറുപടി നാം ശ്രദ്ധിക്കണം. ഞാൻ വരാം, അമ്മോന്യരോട് യുദ്ധം ചെയ്ത് ഞാൻ നിങ്ങളെ വിടുവിക്കാമെന്നല്ല യിഫ്താഹ് പറഞ്ഞത്. ഞാൻ അവരെ ജയിച്ചാലെന്നല്ല, യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ എന്നാണ്. ഹല്ലേലൂയ! യുദ്ധം ചെയ്യുന്നത് ഞാനല്ല, യഹോവയാണ് എൻ്റെ സൈന്യാധിപൻ. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന ദൈവജനമേ,
തന്നെ തള്ളിക്കളഞ്ഞ് അപമാനിച്ച സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ച് മൂപ്പന്മാർ തന്നെ ശ്രേഷ്ഠനായി എണ്ണിയപ്പോൾ യിഫ്താഹ് പദവിയിൽ നിഗളിച്ചില്ല, വന്ന വഴികളെ മറന്നില്ല. യഹോവയുടെ സന്നിധിയിൽ 11-ാം വാക്യം അവൻ കാര്യമെല്ലാം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നാണ്. 29-ാം വാക്യം പറയുന്നത്, അപ്പോൾ യഹോവയുടെ ആത്മാവ് യിഫ്താഹിന്റെ മേൽ വന്നു, അമ്മോന്യരോട് യുദ്ധത്തിനായി പുറപ്പെട്ടു. യഹോവയുടെ മുമ്പാകെ ഒരു നേർച്ച നേർന്നെന്ന് 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യിഫ്താഹ് പറയുന്നത്, ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ, അമ്മോന്യരെ ഞാൻ ജയിക്കും, സമാധാനത്തോടെ മടങ്ങി വരും. ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിൽക്കൽ എന്നെ എതിരേൽക്കുന്നത് ആരായാലും ആ വ്യക്തിയെ ഞാൻ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കും. യിഫ്താഹ് യുദ്ധത്തിൽ ജയിച്ചു. അമ്മോന്യരുമായുള്ള യുദ്ധം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണെന്ന് മറക്കരുത്. ആരാണ് അമ്മോന്യർ? അവരുടെ ഉത്ഭവം എന്താണ്? ലോത്തിന് ഇളയ മകളിൽ ജനിച്ച സന്തതിയാണ് അമ്മോന്യർ. ദൈവത്തിൻ്റെ ശത്രുക്കളാണ്, ജഡത്തിൻ്റെ പ്രതിനിധിയാണ്, പാപസ്വാധീനത്തിൻ്റെ ആൾരൂപമാണ്, അന്യാരാധനയുടെ വക്താക്കളാണ്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യ ജീവിതം ഒരു പോർക്കളമാണ്. അമ്മോന്യരുള്ള യുദ്ധം ഒരു യാഥാർത്ഥ്യമാണ്. പാപസ്വാധീനങ്ങളെ ജയിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിൽ ആഴമായി ശരണപ്പെടുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് യിഫ്താഹ് നമ്മെ പഠിപ്പിക്കുന്ന 4-ാമത്തെ പാഠം? ഉടമ്പടി ലംഘിക്കാതെ പാലിച്ചവനാണ് യിഫ്താഹ്. മാൻ ഹൂ കെപ്റ്റ് ഹിസ് കവനന്റ്. ഉടമ്പടി ലംഘിക്കാതെ പാലിച്ചവൻ. ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെട്ട് അമ്മോന്യരെ തോൽപ്പിച്ച് അവിടെ 20 പട്ടണങ്ങൾ യിഫ്താഹ് പിടിച്ചടക്കി. അത്ഭുതകരമായി വിടുതൽ സാധ്യമാക്കി. വിജയം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യിഫ്താഹ് മടങ്ങി വരുമ്പോൾ, എന്താണ് ഉടമ്പടി? എന്നെ എതിരേൽക്കുന്ന വ്യക്തി ആരാണെങ്കിലും ആ വ്യക്തിയെ ഞാൻ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുമെന്നാണ്. മടങ്ങി വരുമ്പോൾ തപ്പനോടും നൃത്തത്തോടുമൊക്കെ യിഫ്താഹിനെ എതിരേൽക്കുന്നത് ആരാണ്? അവൻ്റെ ഏക മകളാണ്, താനേറെ സ്നേഹിച്ച മകൾ, ഏക മകൾ. യിഫ്താഹ് വസ്ത്രം കീറി വേദനയോടെയാണ് ആ കാഴ്ച കണ്ടത്. താൻ ഹോമയാഗമായി അർപ്പിക്കേണ്ടത് താൻ ജന്മം നൽകിയ ഏക മകളാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ യിഫ്താഹിന് ആദ്യം കഴിഞ്ഞില്ല. ഉടമ്പടി പാലിക്കാൻ കടപ്പെട്ട യിഫ്താഹ് മകൾ കേൾക്കെ വിളിച്ചു പറഞ്ഞു, മകളെ, ഞാൻ യഹോവയോട് പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. മകൾ പ്രതിവാക്യമായി പറഞ്ഞത്, അപ്പാ, നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വാക്കിൽ നിന്ന് പുറപ്പെട്ടതുപോലെ, നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക. ഉടമ്പടി ലംഘിക്കാത്ത പിതാവും ഉടമ്പടി പൂർത്തിയാക്കാൻ തയ്യാറായ ഏക മകളും. അപ്പാ, വാക്ക് പറഞ്ഞു പോയെങ്കിൽ യഹോവയുടെ മുമ്പാകെ നീ വിശ്വസ്തതയോടെ വാക്ക് പാലിക്കണം. ഉടമ്പടി ലംഘിക്കാത്ത മാതാപിതാക്കളുണ്ടെങ്കിലേ ഉടമ്പടിയുടെ മക്കളുണ്ടാകൂ. യിഫ്താഹ് ഉടമ്പടിയുടെ ഭാഗമായി മകളെ ഹോമയാഗം കഴിച്ചുവോ? ഇല്ല. നരബലി യഹോവയ്ക്ക് എതിരാണ്, ലേവ്യ നിയമത്തിനെതിരാണ്, ന്യായപ്രമാണത്തിനെതിരാണ്, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിക്കെതിരാണ്. അത് അന്യദൈവ ആരാധനയാണ്. യിഫ്താഹ് പിന്നെ എന്ത് ചെയ്തു? തൻ്റെ മകളെ യാഗം കഴിച്ചില്ല. ആജീവനാന്തം അവളെ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. വിവാഹം കഴിക്കാതെ ദൈവസന്നിധിയിൽ ആയുസ് പര്യന്തം യിഫ്താഹിന്റെ മകൾ ജീവിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. ഉടമ്പടി ചെയ്യുന്ന മാതാപിതാക്കളെയും ഉടമ്പടി പാലിക്കുന്ന മക്കളെയുമാണ് ഇന്ന് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. മക്കളുടെ ആത്മീയ ജീവിതത്തെ ഗൗരവമായി കാണാൻ കഴിയുന്ന മാതാപിതാക്കൾ ഇന്നെൻ്റെ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്യദേശത്ത് ദാനിയേൽ
തന്നെ തന്നെ അശുദ്ധമാക്കില്ലെന്ന് പറഞ്ഞുവെങ്കിൽ അപ്രകാരം തന്നെ പറയാൻ പഠിപ്പിച്ച് ഉടമ്പടിയുടെ മാതാപിതാക്കൾ ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കരുത്, മക്കളെ സമ്പാദിക്കണം. കുരികിലൊരു വീടും മീൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തി. എവിടെയാ കൂട് കണ്ടെത്തിയത്? യാഗപീഠങ്ങളെ തന്നെ. ഞാൻ ഉയർത്തിയിട്ടുണ്ട് ഈ വേദപുസ്തകം. ഹല്ലേലൂയ. 39 വർഷങ്ങൾക്ക് മുൻപ് പപ്പ തന്ന വേദപുസ്തകമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രഘോഷിക്കുന്നത്. ഇന്ന് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പായുടെ അമ്മച്ചിയുടെ കണ്ണുനീരാണ് എൻ്റെ ശുശ്രൂഷയുടെ ബലം. ഉടമ്പടി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ഉടമ്പടി പാലിക്കുന്ന മക്കളെ ഉളവാക്കാൻ കഴിയൂ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ രാത്രി നമ്മെ കേൾപ്പിച്ച 4 ചിന്തകൾ. ഗിലെയാദ്യനായ യിഫ്താഹ്, തകർച്ചകളിലും പ്രത്യാശ കൈവിടാത്തവൻ, തള്ളിപ്പറഞ്ഞവരെ ചേർത്ത് പിടിച്ചവരോട് ക്ഷമിച്ചവൻ, ദൈവത്തിൽ ശരണപ്പെട്ട് യുദ്ധങ്ങളെ ജയിച്ചവൻ, ഉടമ്പടി ലംഘിക്കാതെ ഉടമ്പടി പാലിക്കുന്ന തലമുറയെ വളർത്തിയവൻ. ദൈവം പാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം.